ഇറാനുമായുള്ള സൈനിക പോരാട്ടം കടുക്കുന്നതിനിടെ അമേരിക്കൻ സൈന്യത്തിന്റെ ഇന്റർസെപ്റ്റർ മിസൈൽ ശേഖരത്തിലുണ്ടായ കടുത്ത ക്ഷാമം അമേരിക്കൻ യുദ്ധതന്ത്രങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ പക്കൽ ആവശ്യത്തിലധികം ആയുധങ്ങളുണ്ടെന്ന് ജൂലൈ 26-ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും പ്രതിരോധശേഷി അപകടകരമായ വിധം കുറഞ്ഞു എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പോരാട്ടം കൂടുതൽ നീളുകയാണെങ്കിൽ ഇന്റർസെപ്റ്ററുകളുടെ കരുതൽ ശേഖരം പൂർണ്ണമായും തീർന്നു പോകുമെന്ന് അമേരിക്കൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ ശൃംഖലകളെ നിർവീര്യമാക്കാൻ ഇറാൻ തങ്ങളുടെ മിസൈലുകളുടെ പറക്കൽ പാതയിലും വേഗതയിലും വരുത്തുന്ന മാറ്റങ്ങൾ കാരണം അവയെ നേരിടാൻ വൻതോതിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ചെലവഴിക്കേണ്ടി വരുന്നുവെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് 3 ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കുകയും 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തത് ഇറാന്റെ കൃത്യതയുള്ള ആക്രമണശേഷിക്കും പ്രതിരോധ തകർച്ചയ്ക്കും തെളിവാണ്. വിദഗ്ധരുടെ കണക്കനുസരിച്ച് ഇതുവരെ 1500-ലധികം പാട്രിയറ്റ് മിസൈലുകൾ അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞു. നിലവിൽ 1000-ൽ താഴെ മാത്രമാണ് കയ്യിലുള്ളത്. ആയുധശേഖരം വേഗത്തിൽ തീർന്നത് ഭാവിയിൽ ചൈനയെ പോലുള്ള വൻ ശക്തികളുമായി പോരാട്ടം വന്നാൽ അമേരിക്കയെ നിസ്സഹായരാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കടുത്ത സാമ്പത്തിക സൈനിക നഷ്ടം കാരണം മേഖലയിൽ വിപുലമായ ആക്രമണ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ട്രംപ് നിർബന്ധിതനായി എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയ്ക്ക് പുറമെ ഗൾഫ് മേഖലയിലെ അവരുടെ സഖ്യകക്ഷികളും സമാനമായ ആയുധക്ഷാമം നേരിടുകയാണ്. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്വന്തം വ്യോമ പ്രതിരോധ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം ഗൾഫ് രാജ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നത് അമേരിക്കക്കുള്ളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം എത്ര പാട്രിയറ്റ് താഡ് മിസൈലുകൾ ഉപയോഗിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് അമേരിക്കൻ ഔദ്യോഗികമായി അറിയിച്ചു. എന്നാൽ സ്വന്തം തകർച്ചയും ആയുധക്ഷാമവും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടാതിരിക്കാനാണ് അമേരിക്ക ഈ വിവരങ്ങൾ രഹസ്യമായി വെക്കുന്നത്. തുടർച്ചയായ 13 രാത്രികളിലെ ബോംബാക്രമണങ്ങൾക്ക് ശേഷം ഈ ആയുധക്ഷാമം കാരണം ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാനും വിപുലമായ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കാനും ട്രംപ് നിർബന്ധിതനായിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപരമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിൽക്കാനാവാതെ തങ്ങളുടെ സൈനികരെയും താവളങ്ങളെയും സംരക്ഷിക്കാൻ അമേരിക്കൻ നേതൃത്വം പതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.